നമുക്കിന്ന് ജീസസിൻ്റെ ലൈഫ് ആൻഡ് ടീച്ചിങ്സിനെ പറ്റി കാര്യമായിട്ട് നോക്കാം. അദ്ദേഹത്തിൻ്റെ ലൈഫ് ആൻഡ് ടീച്ചിങ്സും അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി വന്ന നറേറ്റീവ്സും അതിന് ശേഷം അതിനെപ്പറ്റി വന്ന പോസ്റ്റ് നറേറ്റീവ്സും വളരെ കാലത്തിന് ശേഷമുള്ള പോസ്റ്റ് നറേറ്റീവ്സും എല്ലാം ജുഡായിസത്തിലെ യഹൂദികളുടെ ലൈഫിനെ വളരെ ബാധിച്ചിട്ടുണ്ട്. ജീസസിൻ്റെ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് നോക്കുമ്പോൾ അതിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് ഗോസ്പൽസ് ആണ്. സുവിശേഷം എന്ന് മലയാളത്തിൽ പറയും. നല്ല വിശേഷം, ഗുഡ് ന്യൂസ് എന്നാണ് ഗോസ്പൽസ് എന്നതിൻ്റെ അർത്ഥം. 4 ഗോസ്പൽസ് ആണ് പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത്. മാർക്കിൻ്റെ സുവിശേഷമുണ്ട്, മാത്യുവിൻ്റെയും ലൂക്കിൻ്റെയും ജോണിൻ്റെയും സുവിശേഷങ്ങളാണ് 4 മെയിനായിട്ടുള്ള സുവിശേഷങ്ങളായിട്ട് പറയപ്പെടുന്നത്. പിന്നെ ഈ സുവിശേഷങ്ങൾ കൂടാതെ ന്യൂ ടെസ്റ്റമെൻറ്റിൽ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ഉണ്ട്. അപ്പോസ്തലികളുടെ ചെയ്തികളെ പറ്റിയിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുകൂടാതെ എപ്പിസ്റ്റൽ എന്ന് വിളിക്കുന്ന ഒരു ഏകദേശം 13 ലെറ്റേഴ്സോളം ഉണ്ട്. ഇത് എപ്പിസ്റ്റൽസ് എന്ന് പറയുന്നത് ലെറ്റേഴ്സിനെ പറ്റിയാണ്. സെയിൻറ്റ് പോൾ എന്ന് പറയുന്ന യേശുവിൻ്റെ ഒരു അനുയായി, ഒരു അപ്പോസ്തലൻ, റോമൻ ചർച്ചിലുള്ള എഴുതിയ ലെറ്റേഴ്സിൻ്റെ പേരാണ് എപ്പിസ്റ്റൽസ്. അദ്ദേഹം റോമൻ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗത്തും പുതിയതായിട്ട് സ്ഥാപിക്കപ്പെട്ട ചർച്ചുകളിലേക്ക് അദ്ദേഹം ലെറ്റേഴ്സ് എഴുതി. ആ സമയത്ത് തുടക്കത്തിലൊക്കെ 27 AD ശേഷം, ഒരു 100 AD ശേഷം എസ്പെഷ്യലി വളരെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നു ആ സമയത്ത് ഏർലി ക്രിസ്ത്യൻസ്. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ചർച്ചുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് കോൺഫിഡൻസ് പകരാനായിട്ട് എഴുതിയ കത്തുകളാണ് ഇതൊക്കെ. പിന്നെ ഒരു അപ്പോകലിപ്റ്റിക്കൽ, അതായത് ദൈവരാജ്യം വരുമ്പോഴുള്ള കാര്യങ്ങളെപ്പറ്റി എഴുതുന്ന വേറൊരു ഡോക്യുമെൻ്റ് കൂടിയുണ്ട്. അപ്പോൾ ഈ 4 ഭാഗങ്ങളും കൂടിയാണ് ഗോസ്പൽസ്, ആക്ട്സ്, എപ്പിസ്റ്റൽസ്, അപ്പോകലിപ്സ്. ഇങ്ങനെ 4 കാര്യങ്ങൾ കൂടിയതാണ് ഇപ്പോഴത്തെ ന്യൂ ടെസ്റ്റമെൻറ്റ്. ഓൾഡ് ടെസ്റ്റമെൻറ്റ് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഹീബ്രു ബൈബിൾ ആണ് ഓൾഡ് ടെസ്റ്റമെൻറ്റ്. അതിന് ടനക്ക് എന്നാണ് ജൂഡായിസത്തിൽ പറയാറ്. അപ്പം ഇങ്ങനെ 4 കൂടിയ ഇതാണ് ന്യൂ ടെസ്റ്റമെൻറ്റ്. ജീസസിൻ്റെ ആ സമയത്തുള്ള പോളിറ്റി നോക്കുവാണെങ്കിൽ, മേലെ റോമൻ എംപറർ ഉണ്ട്. റോമൻ എംപറർ ആ സമയത്ത് ജീസസ് ജനിച്ചത് 4 BC പറയുന്നത്. ജീസസിനനുസരിച്ചാണ് കലണ്ടറെങ്കിലും 4 BC ജീസസ് ജനിച്ചത്. ജീസസിൻ്റെ സമയത്തുള്ള പോളിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ജീസസ് ജനിച്ചത് ബെത്ലഹേമിലാണ്. ബെത്ലഹേം ജുഡയ്യ പ്രവിശ്യയുടെ കീഴിലായിരുന്നു. 4 BC ജീസസ് ജനിച്ചത്. 4 BC റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഈ ജുഡയ്യ പ്രൊവിൻസ്. ആക്ച്വലി പ്രൊവിൻസ് ആയിരുന്നില്ല, അത് കിങ്ഡം ഓഫ് ജുഡയ്യ ആയിരുന്നു. ഹെരോഡ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന കിങ് ഭരിച്ചിരുന്ന ഒരു റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ക്ലയൻറ്റ് കിങ് ആയിരുന്ന ഹെരോഡ് ദ ഗ്രേറ്റ് ഭരിച്ചിരുന്ന ജുഡയ്യൻ്റെ കീഴിലായിരുന്നു ഇതെല്ലാം. കിങ്ഡം ഓഫ് ജുഡയ്യയുടെ കീഴിലായിരുന്നു ഇതൊക്കെ. കിങ്ഡം ഓഫ് ജുഡയ്യയുടെ കീഴിൽ ഇടുമേയ വരും, ജുഡയ്യ വരും, സമാറിയ വരും, ഗലീലി വരും, ഗ്വാലൻറ്റിസ് എന്നുള്ളത് വരും, പിന്നെ ഈ പെറിയ എന്നുള്ളത് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ അടങ്ങിയ ഇങ്ങനത്തെ ഒരു ഇതാണ് അതിൻ്റെ ലിമിറ്റ്സ്. അപ്പോൾ ഇവിടെ സി ഓഫ് ഗലീലി എന്നാണെങ്കിലും അത് ഗലീലി തടാകമാണ്. ഗലീലി തടാകത്തിൽ നിന്ന് പിന്നെ ജോർഡൻ റിവർ വഴി വന്നിട്ട് ഡെഡ് സീയിലേക്ക് വരും. അപ്പോൾ ഡെഡ് സീൻ്റെ വലത്ത് സൈഡിലാണ് മോഡേൺ ജോർഡൻ്റെ ഭാഗമാണ് പെരയ്യ. മോഡേൺ ഇസ്രായേൽ പലസ്തീൻ്റെ ഭാഗമാണ് ഇടുമേയും ജുഡയും സമാറിയും ഗലീലിയും ഒക്കെ. അപ്പം ജീസസ് ജനിച്ചത് ബെത്ലഹേമിലാണ്. ജീസസിൻ്റെ ബാല്യം നടന്നതൊക്കെ നസറേത്തിലാണ്. അപ്പോൾ ജീസസ് ഓഫ് നസറേത്ത് എന്നും അദ്ദേഹത്തിനെ പറ്റി പറയാറുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സമയത്ത് ഈ 4 BC ആയിരുന്ന ജനന സമയത്ത് ഇത് കിങ്ഡം ഓഫ് ജുഡയ്യ ആയിരുന്നു. കിങ്ഡം ഓഫ് ജുഡയ്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഹെരോഡ് ദ ഗ്രേറ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ ഇത് ഡിവൈഡ് ചെയ്തെടുക്കുകയും ഓരോരോ ഭാഗങ്ങൾ
ഓരോ മക്കൾക്കായിട്ട് പോവുകയും ചെയ്തു. സമാറിയ, ജുഡേയ, ഇടുമേയ എന്ന് പറയുന്ന ഈ 3 സ്ഥലങ്ങൾ ഒരുമിച്ച് പോയത്. അതായത് സമാറിയ, ജുഡേയ, ഈ ജുഡേയയിലാണ് ജെറുസലേം ഒക്കെ ഉള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജൂസിന്, എസ്പെഷ്യലി ജുഡായിസിൽ വിശ്വസിക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസായ ജുഡേയ ഭരിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മകനായ ആൻറ്റിപ്പസ് ആയിരുന്നു. ഹെരോഡ് ആൻറ്റിപ്പാസ് എന്നും പറയാറുണ്ട്. ആൻറ്റിപ്പാസ്. ഇവരൊക്കെ ക്ലയൻറ്റ് കിങ്സ് ആയിരുന്നു. ഈ ഹെരോഡിന് കിങ് എന്ന് പറയാറുണ്ടായിരുന്നു. ആൻറ്റിപ്പസിന് ആ കിങ് എന്നുള്ള പദവി കൊടുത്തിട്ടില്ല. ആൻറ്റിപ്പസിന് ടെട്രാർക്ക് എന്നുള്ള പദവിയോ മറ്റുമാണ് കൊടുത്തത്. അപ്പോൾ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റോമൻ എംപററോടായിരുന്നു. 6th CE ഒരു ചെറിയ മാറ്റം സംഭവിച്ചു. ഹെരോഡ് ദ ഗ്രേറ്റിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഭരിച്ചിരുന്ന ഈ സമാറിയ, ജുഡേയ, ഇടുമേയ എന്ന ഹെരോഡ് ആൻറ്റിപ്പാസിനെ റോമൻ എംപറർ നീക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഈ 3 ഏരിയാസിനെയും ഡയറക്റ്റ്ലി റോമൻ എംപയറിൻ്റെ, റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് ഭരിക്കാനായിട്ട് സിസേറിയയിൽ താമസിച്ചുകൊണ്ട് ഒരു പ്രൊക്യൂറേറ്ററും ഉണ്ടായിരുന്നു. ഈ പ്രൊക്യൂറേറ്റർ സിസേറിയയിൽ താമസിക്കുകയും ഈ മെഡിറ്ററേനിയൻ സീയോട് ചേർന്ന ഈ സിസേറിയയിൽ താമസിക്കുകയും എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ഫെസ്റ്റിവൽസ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ഫോർ എക്സാമ്പിൾ പാസ് ഓവർ എന്നുള്ള ഫെസ്റ്റിവൽ, മെയിൻ ജുഡായിസിലെ ഫെസ്റ്റിവൽ, സബത്ത് നടക്കുമ്പോഴോ സുക്കോത്ത് എന്നുള്ള വേറൊരു ഫെസ്റ്റിവൽ നടക്കുമ്പോഴോ ഒക്കെ എന്തെങ്കിലും ഒരു ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാനായിട്ട് മാത്രം സിസേറിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് ഈ പ്രൊക്യൂറേറ്റർ വന്ന് തമ്പടിക്കും. ഒരു 2 ദിവസത്തെ മാർച്ചിങ്ങിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് സിസേറിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും ജെറുസലേമിൽ തന്നെ നിന്ന് അവിടുത്തെ ലോ ആൻഡ് ഓർഡറും കോർട്ടും കാര്യങ്ങളും പിന്നെ മതപരമായ കാര്യങ്ങളും എല്ലാം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് ഹൈ പ്രീസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഹൈ പ്രീസ്റ്റ് എന്ന് പറയുന്നത് ഒരു യഹൂദൻ തന്നെയായിരുന്നു, ഒരു ജുഡായിസിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ഒരു കൗൺസിലും ഉണ്ടാവും. സാധാരണ സാൻഹെഡ്രിൻ എന്ന് പറയുന്ന ഒരു കൗൺസിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആ സമയത്ത് ജീസസ് ജനിച്ച സമയത്ത്, ജീസസിനെ ക്രൂസിഫൈ ചെയ്ത സമയത്തും ഇത് തന്നെയായിരുന്നു അവിടുത്തെ പോളിറ്റി. ജീസസിനെ ക്രൂസിഫൈ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന പ്രൊക്യൂറേറ്റർ പേര് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു പേരാണ് പോൺഷ്യസ് പൈലറ്റ്, പീലാത്തോസ് എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ അതാണ് പോൺഷ്യസ് പൈലറ്റ് ആണ് ആ സമയത്ത് 26 AD മുതൽ 36 AD വരെ, അല്ലെങ്കിൽ 26 CE കോമൺ ഇറ എന്ന് പറയും. 26 കോമൺ ഇറ മുതൽ 36 കോമൺ ഇറ വരെ ഉണ്ടായിരുന്ന റോമൻ പ്രൊക്യൂറേറ്ററാണ്. റോമൻ എംപററിനോട് റിപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് പോൺഷ്യസ് പൈലറ്റ്. ജീസസിനെ ക്രൂസിഫൈ ചെയ്ത സമയത്തുണ്ടായിരുന്ന യഹൂദ ഹൈ പ്രീസ്റ്റിൻ്റെ പേരാണ് കൈഫാസ്, CAIAPHAS. ഇങ്ങനെയായിരുന്നു ജീസസിൻ്റെ സമയത്തെ പോളിറ്റി. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അതിൻ്റെ ഇപ്പോഴത്തെ മോഡേൺ ഇസ്രായേലിൻ്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ നസറേത്ത് എന്ന് പറയുന്നത് നോർത്തിലാണ്. നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗമാണ് നസറേത്ത്. ജെറുസലേം എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ സിറ്റി ആവണമെന്നൊക്കെയാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലാണ് ജെറുസലേം. അപ്പോൾ ജെറുസലേമിൻ്റെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ബാങ്കിൻ്റെയും പലസ്തീൻ പ്രവിശ്യയായ വെസ്റ്റ് ബാങ്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ഇടയ്ക്കുള്ള ഈ ചെറിയ ഭാഗത്താണ് ജെറുസലേം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഓൾഡ് ജെറുസലേം ഉള്ളത്. അപ്പോൾ ജീസസിൻ്റെ പേര് ജീസസ് ഓഫ് നസറേത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുരിശിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ജീസസ് ഓഫ് നസറേത്ത്. ജീസസിൻ്റെ കുരിശിൽ വേറെയും എഴുതിയിട്ടുണ്ട് ജീസസ് ഓഫ് നസറേത്ത് കിങ് ഓഫ് ജൂസ് എന്ന്. കാരണം കിങ് ഓഫ് ജൂസ് ആയി അദ്ദേഹം ക്ലെയിം ചെയ്തുകൊണ്ടാണ് പോൺഷ്യസ് പൈലറ്റ് അദ്ദേഹത്തിന് കുരിശിലേറ്റിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുരിശിൻ്റെ മേലെ INRA എന്ന് എഴുതും. I എന്നുള്ളത് ഈസ ഓഫ് നസറേത്ത്. അതായത് ജീസസ് ഓഫ് നസറേത്ത് കിങ് ഓഫ് ജൂസ്. അപ്പോൾ ജീസസ് ഓഫ് നസറേത്ത് എന്നാണ് അച്ഛൻ്റെ പേര് വിളിച്ചിട്ട് ജീസസ് സൺ ഓഫ് ജോസഫ് എന്ന് പറയാറ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹത്തിനെ ജീസസ് ക്രൈസ്റ്റ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഈ ക്രൈസ്റ്റ് എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീക്കിൽ ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിശിഹ, മെസ്സയ്യ എന്നാണ് അർത്ഥം. മിശിഹ എന്ന് വെച്ചിട്ടുള്ള കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എസ്കറ്റോളജിക്കൽ വ്യൂ പോയിന്റുള്ള, അതായത് ജഡ്ജ്മെന്റ് ഡേ, അവസാനത്തെ ദിനങ്ങൾ വരുന്ന, അതായത്
ദൈവരാജ്യം വരാൻ പോകുന്ന സമയത്തുള്ള അത് കൊണ്ടുവരുന്ന ആളുടെ പേരാണ് മെസ്സയ്യ. അപ്പം മെസ്സയ്യ പലരെയും എപ്പോഴും മെസ്സയ്യ വരുന്നുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു പ്രോഫറ്റ്സ് ആ സമയത്തുള്ള ഈ ബാബിലോണിയയിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് ഈ ടെമ്പിളൊക്കെ അടിച്ച് നിരപ്പാക്കിയതിന് ശേഷം ഈ ഫസ്റ്റ് ടെമ്പിൾ ഓഫ് ജെറുസലേം ഉണ്ടായിരുന്നല്ലോ, സോളമൻ്റെ കാലത്തുണ്ടാക്കിയ ആ ടെമ്പിൾ ഓഫ് ജെറുസലേം 586 BC-യിൽ അത് ബാബിലോണിയക്കാർ വന്ന് നശിപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് അതിനുശേഷം അവർ ഏതോ രാജ്യത്ത് ഈ ബാബിലോണിയയിൽ പോയി നാട് കടത്തപ്പെട്ട ജനക്കൂട്ടമാണ് ഈ ജുഡായിലുള്ളത്. അപ്പോൾ ആ ജൂതന്മാർ, ആ യഹൂദികൾ പലപ്പോഴും പറയാറുണ്ട്, അതിലെ കൂട്ടത്തിലെ ആളുകൾ പറയും മെസ്സയ്യ വരും ഞങ്ങളെ രക്ഷിക്കാനായിട്ട്, നമ്മുടെ തിരിച്ച് രാജ്യത്തേക്ക് കൊണ്ടുപോകാനായിട്ട്, ഫോറിൻ ഡോമിനേഷനിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനായിട്ട് ഒരു മെസ്സയ്യ വരും 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 എന്ന് ഉള്ള ഒരു കൺസെപ്റ്റ് പണ്ടേ ഉണ്ട്. അപ്പോൾ വരുന്നത് ദാവീദിൻ്റെ മകനാണ്, അല്ലെങ്കിൽ സോളമൻ്റെ മുമ്പുണ്ടായിരുന്ന കിങ് ഡേവിഡിൻ്റെ അഭിഷിക്തനായ മകനാണ് ഞങ്ങളുടെ മെസ്സയായിട്ട് വരിക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പേരാണ് ക്രിസ്റ്റോസ്. അപ്പോൾ ജീസസിനെ ക്രൈസ്റ്റ് എന്ന് ആദ്യമായിട്ട് വിളിച്ചത് അപ്പോസ്തലനായിരുന്ന പോളാണ്. അതുകൊണ്ട് തന്നെ ന്യൂ ടെസ്റ്റമെൻറ്റിലൊക്കെ ഈ പേരാണ്, ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള പേരാണ് വളരെ ഉപയോഗിക്കുന്നത്. 4 BC-യിലെ ജീസസിൻ്റെ ജനനത്തിന് ശേഷം ഒരു 27 AD ആകുമ്പോഴേക്കും അദ്ദേഹത്തിനെ ബാപ്റ്റൈസ് ചെയ്യുന്നുണ്ട്. ആ ബാപ്റ്റിസം എന്നുള്ള ശുദ്ധീകരണം എന്നുള്ള കോൺസെപ്റ്റ് പണ്ടേയുള്ളൊരു കോൺസെപ്റ്റാണ്. എന്നാലും അദ്ദേഹത്തിനെ ദൈവപുത്രൻ എന്ന് വാഴിക്കുന്ന ഒരു പോയിൻ്റാണ് ഈ ബാപ്റ്റിസം. അപ്പോൾ ഇത് ബാപ്റ്റൈസ് ചെയ്തത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ സെയിൻറ്റ് ജോൺ എന്നാണ് പറയുന്നത്, അദ്ദേഹമാണ് ബാപ്റ്റൈസ് ചെയ്തത് എന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഗലീലിയിൽ നേരത്തെ പറഞ്ഞ ഗലീലി പ്രവിശ്യയുണ്ടല്ലോ, ഗലീലി പ്രവിശ്യയുടെ ഭാഗമായിരുന്നു നസറേത്ത്. അപ്പം നസറേത്തിനും ചുറ്റുവട്ടത്തും ഈ ഗലീലി പ്രവിശ്യയിൽ അദ്ദേഹം മിനിസ്ട്രി ചെയ്തു. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്തുണ്ടായിരുന്ന റോമൻ എംപറർ എന്ന് പറയുന്നത് ടൈബീരിയസ് ആയിരുന്നു. അങ്ങനെയാണ് ആ സമയത്താണ് അദ്ദേഹത്തിന് 12 ശിഷ്യന്മാരെ, 12 അപ്പോസ്തലന്മാരെ, 12 അനുയായികളെ അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ഒക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ടീച്ചിങ്സ് ആയിരുന്നു. പ്രോഡിഗൽ സൺ, മുടിയനായ പുത്രൻ എന്നുള്ള മുടിയനായ പുത്രൻ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ അച്ഛൻ രണ്ട് കൈയും നീട്ടി തിരിച്ച് സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഹൂ ഇസ് യുവർ നെയ്ബർ, നിങ്ങളുടെ അയൽക്കാരൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുന്ന, അകമഴിഞ്ഞ് സഹായിച്ച ആളാണ് നിങ്ങളുടെ നെയ്ബർ എന്ന് പറയുന്നുണ്ട്. ഗ്രോയിങ് സീഡ്, ഈ സീഡ് നല്ല സ്ഥലത്ത് വിതച്ചിട്ടില്ലെങ്കിൽ അത് മുളക്കിയില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ റിച്ച് മാൻ ആൻഡ് ദ ലാസറസ്, റിച്ച് മാൻ, ധനികർക്ക് ഈ സ്വർഗത്തിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന, എന്നാൽ യാചകനായിരുന്ന ലസറസിന് വളരെ ഈസി ആയിട്ട് അബ്രഹാമിൻ്റെ മാർവിടത്തിൽ ഇരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന പാരബിൾസ്, മോറൽ കഥകളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് കൂടാതെ അദ്ദേഹം മിറക്കിൾസും വളരെ ചെയ്യുന്നുണ്ട്. പക്ഷേ മിറക്കിൾസിനൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാലും, അതിൽ നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിലും, ഈ പാരബിൾസൊക്കെ വളരെ പവർഫുള്ളായിട്ടുള്ള പാരബിൾസാണ്. ഇദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയൊക്കെ നടന്നത് 27 AD മുതൽ 30 AD വരെ ഉണ്ടായിരുന്നു. അപ്പോൾ 30 AD ആയപ്പോൾ അദ്ദേഹത്തിനെ ക്രൂസിഫൈ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ഈ 12 അപ്പോസ്റ്റലേഴ്സ് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിനെ കണ്ടിന്യൂ ചെയ്യുകയും അടുത്ത് 30 കൊല്ലത്തോളം കണ്ടിന്യൂ ചെയ്യുകയും 60 AD വരെ, പിന്നെ 60 AD മുതൽ 100 AD വരെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഗോസ്പൽ, ഈ സുവിശേഷം എഴുതുകയും അത് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം 320 ആയപ്പോൾ കോൺസ്റ്റാന്റിൻ 1 എന്നുള്ള ഒരു റോമൻ എംപറർ വരുന്നുണ്ട്. അദ്ദേഹം 380 AD ആകുമ്പോഴേക്കും നമ്മൾ കാണുന്നത് അദ്ദേഹം ബാപ്റ്റൈസ് ചെയ്യപ്പെട്ട് ഒരു ക്രിസ്ത്യനാവുന്ന 390 ആകുമ്പോഴേക്കും റോമൻ സാമ്രാജ്യത്തിൻ്റെ തന്നെ സ്റ്റേറ്റ് റിലീജിയൻ ക്രിസ്ത്യാനിറ്റി ആവുന്ന ഒരു പിക്ചറാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ആളായിരുന്നു ജീസസ്. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അതിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ അത് ഗോസ്പൽ ഓഫ് മാത്യുവിൻ്റെ സുവിശേഷത്തിലാണ് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞ ബിയാറ്റിറ്റ്യൂഡ്സിനെ പറ്റിയിട്ടാണ്, ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ എണ്ണി പറയുന്ന പ്രഭാഷണമാണ് അത്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്സിൽ
മെയിനായിട്ട് വരുന്നത് ദൈവരാജ്യം വരുന്നുണ്ട്, കിങ്ഡം ഓഫ് ഗോഡ് വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പാപങ്ങളെപ്പറ്റി നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ജൂയിഷ് ലോയിൽ നിന്ന്, അദ്ദേഹം ഒരു ജൂതനായിരുന്നു, അപ്പോൾ ജൂയിഷ് ലോയിൽ നിന്ന് മാറി നിൽക്കണമെന്നല്ല അദ്ദേഹം പറയുന്നത്, അതിൻ്റെ മേലെയാണ് അദ്ദേഹം ബിൽഡപ്പ് ചെയ്തത്. പിന്നെ ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്ന വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ദൈവത്തിൽ അകമഴിഞ്ഞ് വിശ്വസിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹേട്രഡിനും ലസ്റ്റിനൊന്നും അദ്ദേഹത്തിൻ്റെ ഇതിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. നിങ്ങൾക്കെതിരെ ആരെങ്കിലും പാപം ചെയ്താലും നിങ്ങൾ അവരെ ഫോർഗീവ് ചെയ്യുക എന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗിരിപ്രഭാഷണം നേരിട്ട് വായിക്കുന്നതായിരിക്കും നമുക്ക് സൗകര്യം. ഇതിൻ്റെ പല നറേറ്റീവ്സ് ഉണ്ട്, പക്ഷേ ഡയറക്റ്റായിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. ബ്ലെസ്ഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്, ഫോർ theirs ഇസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, കാരണം സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ബ്ലെസ്ഡ് ആർ ദാറ്റ് ദേ മോൺ, ഫോർ ദേ ഷാൽ ബി കംഫർട്ടഡ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, കാരണം അവർക്ക് ആശ്വാസം ലഭിക്കും. ബ്ലെസ്ഡ് ആർ ദ മീക്ക്, ഫോർ ദേ ഷാൽ ഇൻഹെറിറ്റ് ദ എർത്ത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാണ്, കാരണം അവർക്ക് ഭൂമിയെ അവകാശമായി കിട്ടും. ബ്ലെസ്ഡ് ആർ ദേ വിച്ച് ഡു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആഫ്റ്റർ റൈറ്റിയസ്നെസ്. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, കാരണം ഫോർ ദേ ഷാൽ ബി ഫിൽഡ്. അവർക്ക് തൃപ്തി വരും. പിന്നെ ബ്ലെസ്ഡ് ആർ ദ മേഴ്സിഫുൾ, ഫോർ ദേ ഷാൽ ഒബ്റ്റെയിൻ മേഴ്സി. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, കാരണം അവർക്ക് കരുണ ലഭിക്കും. ബ്ലെസ്ഡ് ആർ ദ പ്യോർ ഇൻ ഹാർട്ട്, ഫോർ ദേ ഷാൽ സീ ഗോഡ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ്, ഫോർ ദേ ഷാൽ ബി കോൾഡ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. സമാധാനം സംഭവിപ്പിക്കുന്നവർ ബ്ലെസ്ഡ് ആണ്, അനുഗ്രഹീതരാണ്, കാരണം അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നറിയപ്പെടും. ബ്ലെസ്ഡ് ആർ ദേ വിച്ച് ആർ പെർസിക്യൂട്ടഡ് ഫോർ റൈറ്റിയസ്നെസ് സേക്ക്, ഫോർ theirs ഇസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. നീതിക്ക് വേണ്ടി ബുദ്ധിമുട്ടിക്കപ്പെടുന്നവർ, ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ്, കാരണം ദൈവരാജ്യം അവർക്കുള്ളതാണ്. പൂറായിട്ടുള്ള ആളുകൾ, ധനികരല്ലാത്ത ആളുകൾ, സൗമ്യതയുള്ള ആളുകൾ, മീക്കായിട്ടുള്ള ആളുകൾ, പിന്നെ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ, ഹൃദയശുദ്ധിയുള്ളവർ, ഇവർക്കെല്ലാം ദൈവരാജ്യമാണ് യേശു പറയുന്നത്. ഇതെല്ലാം കുറച്ച് റെവല്യൂഷണറി ആയിട്ടുള്ള ഐഡിയാസ് ആയിരുന്നു ആ സമയത്ത്. റോമൻ സാമ്രാജ്യത്തിൽ ചെറിയൊരു റോമൻ സിറ്റിയിൽ നിന്ന് തുടങ്ങി ഓൾമോസ്റ്റ് ഒരു 60 മില്യൺ ആളുകൾ താമസിക്കുന്ന സ്ഥലമായി മാറിയ, അത്രയധികം രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച ഒരു കൂറ്റൻ സാമ്രാജ്യമായിരുന്ന റോമൻ സാമ്രാജ്യം. പവറിനും പ്രസ്റ്റീജിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന റോമൻ സാമ്രാജ്യത്തിൽ ഇങ്ങനെ സൗമ്യതയ്ക്കും മീക്ക്നെസ്സിനും ജസ്റ്റിസിനും പീസിനും കമ്പാഷനൊക്കെ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ലവിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പുതിയൊരു കോൺസെപ്റ്റാണ് ജീസസ് കൊണ്ടുവന്നത്. ഹ്യൂമൻ സോളിഡാരിറ്റി വിത്ത് ദ സഫറിങ് ഹ്യൂമാനിറ്റി ആർ പ്രപ്പോസ്ഡ് ആസ് ദ മോസ്റ്റ് കൺസെപ്റ്റീവ് വാല്യൂസ് എന്നാണ് പറയുന്നത്. കഷ്ടപ്പെടുന്നവരുടെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി ജീസസ് കാര്യമായിട്ട് കൊണ്ടുവന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ സമയത്ത് ദാരിദ്ര്യമൊക്കെ ഒരു ശാപമായിട്ടായിരുന്നു, ദൈവത്തിൻ്റെ ഒരു കേഴ്സായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു വ്യത്യാസമാണ്, ഒരു പുതിയൊരു ഓർഡർ ഓഫ് ദ സൊസൈറ്റിയാണ് ജീസസ് കൊണ്ടുവന്നിരിക്കുന്നത്. യു ആർ ദ സോൾട്ട് ഓഫ് ദ എർത്ത്, ബട്ട് ഇഫ് ദ സോൾട്ട് ഹാവ് ലോസ്റ്റ് ഹിസ് സേവർ വെയർ വിത്ത് ഷാൽ ഇറ്റ് ബി സോൾട്ടഡ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ഉപ്പുരസം കാത്തു സൂക്ഷിക്കുക, നിങ്ങളുടെ വാല്യൂസ് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എ സിറ്റി ദാറ്റ് ഇസ് സെറ്റ് ഓൺ എ ഹിൽ കനോട്ട് ബി ഹിഡ്. ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു സിറ്റി ഹൈഡ് ചെയ്യാൻ പറ്റില്ല, ഒളിപ്പിക്കാൻ പറ്റില്ല. നെയ്തർ ഡു മെൻ ലൈറ്റ് എ കാൻഡിൽ ആൻഡ് പുട്ട് ഇറ്റ് അണ്ടർ എ ബഷൽ ബട്ട് ഓൺ എ കാൻഡിൽ സ്റ്റിക്ക്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Think not that I come to destroy the law or the prophet. I am not come to destroy but to fulfill. ജീസസ് ഒരു ജൂ ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വന്നത് നിയമം തകർക്കാനല്ല, പകരം നിയമത്തിൻ്റെ ഫുൾഫിൽ ചെയ്യാനാണ്, നിയമത്തിനെ തൃപ്തിപ്പെടുത്താനാണ്, ആ കാര്യങ്ങളൊക്കെ തൃപ്തിപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം ബിൽഡ് ഓൺ ചെയ്യുകയാണ്, അതായത് പ്രോഫറ്റ്സിനെ തള്ളിപ്പറയുകയല്ല
ഈ മോസസിനെയും എലിജയും പോലുള്ള പ്രോഫറ്റ്സിനെ തള്ളിപ്പറയുകയല്ല യേശു ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഐ ഡിഡ് നോട്ട് കം ടു ഡിസ്ട്രോയ്, ഐ കം ടു ഫുൾഫിൽ എന്നാണ്. അദ്ദേഹം അവർ പറഞ്ഞ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എക്സെപ്റ്റ് യുവർ റൈറ്റിയസ്നെസ് ഷാൽ exceed the righteousness of the scribes and Pharisees, you shall in no case enter into the kingdom of heaven. ഹിപ്പോക്രിറ്റ്സിനെതിരെ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. ഇതാരൊക്കെയാണ് സ്ക്രൈബ്സ്? സ്ക്രൈബ്സ് എന്ന് പറയുന്നത് ഈ ടനക്കും ടോറയൊക്കെ പകർത്തി എഴുതുന്ന ആളുകളുടെ പേരാണ് സ്ക്രൈബുകൾ. ജുഡായിസത്തിൽ വളരെ ഉന്നത സ്ഥാനം അവർക്ക് കൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു ചെറിയൊരു വാചകം പോലും, ഒരു ചെറിയൊരു ആൽഫബറ്റ് പോലും തെറ്റാതെ ടനക്ക് പകർത്തി എഴുതുന്ന ആളുകളാണ് ഈ സ്ക്രൈബ്സ്. പിന്നെ ഫരിസീസ് എന്നുള്ളത് നേരത്തെ പറഞ്ഞ ചീഫ് പ്രീസ്റ്റിൻ്റെയൊക്കെ വളരെ അടുത്തുള്ള ആളുകളാണ് ഈ ഫരിസീസ്. പ്രീസ്റ്റ്ലി വർഗമാണ് ഫരിസീസ്. അപ്പോൾ അവർക്കെതിരെയും യേശു വളരെ ഹിപ്പോക്രിറ്റ്സ് അവരാണെന്നാണ് ജീസസ് പറയുന്നത്. Thou shalt not kill, but whoever shall kill shall be in danger of the judgment. But I say unto you, whoever is angry with his brother without cause shall be in danger of the judgment. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ കൊല്ലാൻ പാടില്ല, നിങ്ങൾ കൊലപാതകം ചെയ്യാൻ പാടില്ല എന്നാണ് ടനക്കും ടോറയൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സഹോദരനോട് കാരണമില്ലാതെ ദേഷ്യം പുലർത്തുകയാണെങ്കിൽ അതും തെറ്റാണ്. ഫസ്റ്റ് ബി റീകൺസൈൽഡ് ടു ദൈ ബ്രദർ, ദെൻ കം ആൻഡ് ഓഫർ ദൈ ഗിഫ്റ്റ്. നിങ്ങൾ ഓരോ ഇതൊക്കെ കൊടുക്കുന്നതിന് മുമ്പ്, നിവേദ്യമൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ബ്രദറുമായിട്ട് പൊരുത്തപ്പെടുക, അതിനുശേഷം ശരിയാക്കുക, അതിനുശേഷം മാത്രം നിങ്ങൾ വേറെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഹ്യൂമൻ വാല്യൂസിനോട് വളരെ ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ് യേശു പറഞ്ഞത്. Thou shall not commit adultery. നിങ്ങൾ അഡൽട്ടറി ചെയ്യാൻ പാടില്ല. ബട്ട് ഐ സേ unto you, ഞാൻ നിങ്ങളോട് പറയുന്നു, whoever looketh on a woman to lust after her, നിങ്ങൾ ലസ്റ്റോടെ വേറൊരു സ്ത്രീയോട് നോക്കുകയാണെങ്കിൽ യു ഹാവ് ഓൾറെഡി കമ്മിറ്റഡ് അഡൽട്ടറി. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഡെമോൺസ്ട്രേഷനേക്കാൾ ഉപരി നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത് അതിനോട് ശ്രദ്ധിക്കാനാണ് അദ്ദേഹം പറയുന്നത്. ഡിവോഴ്സിനെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ an eye for an eye and a tooth for a tooth. But I say unto you, resist not evil, but whoever shall smite thee on your right cheek, turn to him the other also. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ നിങ്ങളുടെ ഒരു കരണത്തടിക്കുകയാണെങ്കിൽ മറ്റേ കാരണവും നിങ്ങൾ കാണിച്ചു കൊടുക്കുക. And if any man will sue you at the law and take away thy coat, let him have thy cloak also. ആരെങ്കിലും നിങ്ങൾക്കെതിരെ വ്യവഹാരം ചെയ്തിട്ട് നിങ്ങളുടെ കോട്ട് എടുത്തു കൊണ്ടുപോവാണെങ്കിൽ നിങ്ങൾ അയാൾക്ക് പുറംകുപ്പായം കൂടി കൊടുക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും 1 മൈൽ നിർബന്ധമായിട്ടും പോക്കുകയാണെങ്കിൽ, ഷാൽ കമ്പൽ ദീ ടു ഗോ എ മൈൽ, ഗോ വിതിൻ 2 മൈൽ നിങ്ങൾ അയാളുടെ കൂടെ പോവുക എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം മീക്ക്നെസ്സിനും ജസ്റ്റിസിനും കൈൻഡ്നെസ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, തിന്മയോട് നന്മ അടരിടേണ്ട വിധം എങ്ങനെയാണെന്ന് പറയുന്ന കാര്യങ്ങളായിരുന്നു ഈ സെർമൺ ഓൺ ദ മൗണ്ടിൽ വളരെ ക്ലിയർ ആയിട്ട് യേശു പറഞ്ഞു കൊടുത്തത്. അപ്പം അങ്ങനെ കൂടുതൽ പറയുന്നത്, നിങ്ങളുടെ യു ഷാൽ ലവ് യുവർ നെയ്ബർ ആൻഡ് ഹേറ്റ് ദ എനിമി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ലവ് യുവർ എനിമീസ്, ബ്ലെസ് ദം ദാറ്റ് കേഴ്സ് യു, ഡു ഗുഡ് ടു ദം ദാറ്റ് ഹേറ്റ് യു, ആൻഡ് പ്രേ ഫോർ ദം വിച്ച് ഡിസ്പൈറ്റ്ഫുള്ളി യൂസ് യു ആൻഡ് പെർസിക്യൂട്ട് യു. നിങ്ങൾ നിങ്ങളുടെ എനിമിയെ ലവ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരെ അനുഗ്രഹിക്കുക. ആരാണ് നിങ്ങളെ ശപിക്കുന്നത് അവരെ അനുഗ്രഹിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടാത്തവരെ, നിങ്ങളെ ഹേറ്റ് ചെയ്യുന്നവരെ അവർക്ക് വേണ്ടി നിങ്ങൾ നല്ലത് ചെയ്യുക. പ്രേ ഫോർ ദം വിച്ച് ഡിസ്പൈറ്റ്ഫുള്ളി യൂസ് യു, നിങ്ങളെ ഉപയോഗിക്കുന്നവരൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ ആംസ് കൊടുക്കുന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്, ലെറ്റ് നോട്ട് ദൈ ലെഫ്റ്റ് ഹാൻഡ് നോ വാട്ട് യുവർ റൈറ്റ് ഹാൻഡ് ഡസ്. വലത്ത് കൈയിൽ കൊടുക്കുന്നത് ഇടത്ത് കരം അറിയാതിരിക്കുക. ഈ ആംസൻ കൊടുക്കുന്നത്, നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഭിക്ഷ കൊടുക്കുന്നത് മറ്റും ആരും അറിയാതെ സീക്രട്ടായിട്ട് ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ ഫാദർ നിങ്ങളെ ഓപ്പണായിട്ട് നിങ്ങളെ റിവാർഡ് ചെയ്യും. നിങ്ങൾ നല്ലത് ചെയ്തു എന്ന് നിങ്ങളുടെ ഗോഡ് പറയും എന്നാണ് അദ്ദേഹം പറയുന്നത്. Hypocrites are for they love to pray standing in the synagogues and in the corners of the street. പുറം കാഴ്ചകളിൽ നിങ്ങൾ ആകൃഷ്ടരാവാതിരിക്കുക.
അവിടെ സിനഗോഗുകളിലും സ്ട്രീറ്റിൻ്റെ കോർണറുകളിൽ ചെന്ന് എല്ലാവരും കാണുകയും പ്രാർത്ഥിക്കുന്നവരെ വിടുക. നിങ്ങൾ വെൻ യു ആർ പ്രേയിങ് എൻ്റർ ഇൻ ടു യുവർ ക്ലോസറ്റ് ആൻഡ് വെൻ യു ഹാവ് ഷട്ട് ദ ഡോർ പ്രേ ടു യുവർ ഫാദർ വിച്ച് ഇസ് ഇൻ സീക്രട്ട്. നിങ്ങൾ നിങ്ങളുടെ ഫാദറിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ റൂമിലേക്ക് പോയിട്ട് നിങ്ങൾ അവിടെ വെച്ച് പ്രാർത്ഥിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡു നോട്ട് യൂസ് വെയിൻ റെപ്പറ്റീഷൻസ്. വെറുതെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ വളരെ സീക്രട്ടായിട്ട് ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ വരട്ടെ, നിങ്ങളുടെ നന്മകളെല്ലാം പുറത്തു വരട്ടെ എന്നാണ് ജീസസ് പറയുന്നത്. യുവർ കിങ്ഡം ഇസ് കമ്മിങ്. അങ്ങനെ ദൈവരാജ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ വാല്യൂസൊക്കെ റോമൻ്റെ വാല്യൂസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ നന്മക്ക് തിന്മയോട് എങ്ങനെ പോരാടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഗാന്ധിജീനൊക്കെ വളരെ അഫക്റ്റ് ചെയ്ത വാല്യൂസാണ് ഇതൊക്കെ. ഒരു കരണം കാണിച്ചു കൊടുക്കുക, ഒരു കരണത്തടിക്കുന്നതിന് മറ്റൊരു കരണം കാണിച്ചു കൊടുക്കുക എന്നുള്ള അതുവരെ ഈ ആരും റെവല്യൂഷണറി ആയിട്ടുള്ള ആരും പറയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും ചവിട്ടി മെതിക്കപ്പെടുന്നവർക്കും വേണ്ടിയിട്ട് നിലനിന്ന ആശയങ്ങളായിരുന്നു യേശുവിൻ്റേത്. അദ്ദേഹത്തിൻ്റെ പാരബിൾസ്, മോറൽ സ്റ്റോറീസും ഉണ്ട്. റിച്ച് മാൻ ആൻഡ് ലാസറസ് എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. അതിൽ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിച്ച് മാൻ, ധനികൻ, അദ്ദേഹത്തിൻ്റെ കുടിച്ച് കൂത്താടുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് നായ്ക്കളൊക്കെ വ്രണങ്ങൾ നക്കിയിരുന്ന ഒരു യാചകനും ഉണ്ടായിരുന്നു. ആ യാചകൻ മരിച്ചപ്പോൾ മലാഖ വന്നിട്ട്, മലാഖ നേരെ എബ്രഹാമിൻ്റെ, നേരത്തെ പറഞ്ഞ പാട്രിയാർക്ക് എബ്രഹാം ഇല്ലേ, ഐസാക്കിൻ്റെ ഫാദർ എബ്രഹാം, എല്ലാ ജനത്തിൻ്റെയും പാട്രിയാർക്കായിരുന്ന അബ്രഹാമിൻ്റെ മാർവിടത്തിൽ പോയി അദ്ദേഹം ഈ യാചകൻ പോയി എന്നാണ്, ഈ മരിച്ചപ്പോൾ അങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത്. എന്നാൽ ധനികൻ മരിച്ചപ്പോൾ പോയത് നരകത്തീയിലേക്കാണ്. അപ്പോൾ നരകത്തീയിൽ നിന്ന് അദ്ദേഹം ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി കേണപ്പോൾ അബ്രഹാം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിൻ്റെയും എൻ്റെയും ഞങ്ങളുടെയും ഇടയിൽ ഒരു ശ്വാസമുണ്ട്, നിങ്ങളുടെ ഒരു വിടവുണ്ട്, ആ വിടവ് നികത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ് അബ്രഹാം പറയുന്നത്. അപ്പോൾ ധനികൻ പറയുകയാണ്, എൻ്റെ ബ്രദേഴ്സിനോടെങ്കിലും ഈ കാര്യം പറയൂ, ഇങ്ങനെ നരകത്തീയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ പറയുമെന്ന് പറഞ്ഞപ്പോൾ അവരോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മോസസും എലിജയും പ്രോഫറ്റ്സും മറ്റ് പ്രവാചകന്മാരും ഓൾറെഡി അവരോട് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും അവരത് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ മരിച്ച ലസാറസ് തിരിച്ചു പോയിട്ട് പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ആ വാല്യൂ സിസ്റ്റത്തിലുള്ളവർക്ക് ആ സമയത്ത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഐഡിയാസ് ആയിരുന്നു ഇതൊക്കെ. പിന്നെ പ്രോഡിഗൽ സൺ, മുടിയനായ പുത്രൻ. അപ്പോൾ മുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ, എല്ലാം മുടിച്ചിട്ട് പോയ പുത്രൻ പിന്നെ തിരിച്ചിട്ട് വരുമ്പോൾ ഫാദർ രണ്ട് കൈകളും നീട്ടിയിട്ട് ഹാർദവമായിട്ട് സ്വീകരിക്കുകയാണ്. അപ്പോൾ സ്വീകരിച്ച് കാണുന്ന മൂത്ത പുത്രൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഫാദർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ബ്രദർ മരിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഫോർ ദിസ് യുവർ ബ്രദർ വാസ് ഡെഡ് ആൻഡ് ഇസ് അലൈവ് അഗൈൻ ആൻഡ് വാസ് ലോസ്റ്റ് ഇസ് ഫൗണ്ട്. വീണ്ടും കാണാതെ പോയ നിൻ്റെ ബ്രദറിനെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു, വീണ്ടും കിട്ടിയിരിക്കുന്നു എന്നാണ് ഫാദർ പറയുന്നത്. അപ്പോൾ അതും എന്താണ്, ജസ്റ്റിസിനേക്കാളും നീതിനേക്കാളും കുറച്ചും കൂടെ കൈൻഡ്നെസ്സിനും വാംത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്റ്റോറീസാണ് അദ്ദേഹം പറഞ്ഞത്. ഹൂസ് യുവർ നെയ്ബർ എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, ഒരു കഥയുണ്ട്. ഒരു ലോയർ ചോദിക്കുകയാണ്, ഹൂസ് മൈ നെയ്ബർ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഒരാൾ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ഒരു കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. എന്നിട്ട് ആ കള്ളന്മാർ ഈ വഴിയാത്രക്കാരനെ അടിച്ചു വീഴ്ത്തുകയും അദ്ദേഹത്തിനെ നഗ്നനാക്കുകയും അദ്ദേഹത്തിനെ അങ്ങനെ മരിക്കാൻ തന്നെ വിട്ടിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ചാൻസിന് ആ വഴി വന്ന ഒരു പ്രീസ്റ്റ് ഇത് കാണുകയും ആ പ്രീസ്റ്റ് അത് കണ്ട ഭാവം നടിക്കാതെ മറ്റേ ഭാഗത്തോട് പോവുകയും പിന്നെ വേറൊരാൾ ഒരു 11th എന്നുള്ള വേറൊരാളും ആ ഭാഗത്തോട്ട് വരികയും അദ്ദേഹം ആ വഴി വിട്ടിട്ട് വേറെ ആ വഴിയുടെ മറ്റേ ഭാഗത്തോട്ട് നടന്നു പോവുകയും ചെയ്യുമ്പോൾ ഒരു ശമരിയക്കാരൻ, ഒരു സമാരിറ്റൻ എന്ന് പറയുന്നത് കുറച്ച് ലോ കാസ്റ്റ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ലോ വർഗം എന്ന രീതിയിലാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു ശമരിയക്കാരൻ ആ വഴി വരികയും അത് ഈ വഴിയാത്രക്കാരനെ കാണുമ്പോൾ he was moved with compassion, came to him and bound up his wounds. അദ്ദേഹത്തിന് കണ്ട് ദയ തോന്നുകയും അടുത്ത് വരികയും ബൗണ്ട് അപ്പ് ഹിസ് വൂണ്ട്സ്, അദ്ദേഹത്തിൻ്റെ മുറിവുകളൊക്കെ ബൗണ്ട് ചെയ്യുകയും അതിന് പോറിങ് ഓൺ ഓയിൽ ആൻഡ് വൈൻ, ഓയിലും വൈനും ഒഴിച്ചിട്ട് ഈ മുറിവുകളെ ബൈൻഡ് ചെയ്യുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ശമരിയക്കാരൻ സ്വന്തം ആനിമലിൻ്റെ മേലെ
കുതിരപ്പുറത്ത് കയറ്റിയിട്ട് കഴുതപ്പുറത്തോ മറ്റോ കയറ്റിയിട്ട് സത്രത്തിലേക്ക് കൊണ്ടുപോവുകയും സത്രത്തിലുള്ള ആളുകൾക്ക് 2 വെള്ളിക്കാശ് കൊടുത്തിട്ട് നിങ്ങൾ ഇയാളെ നന്നായി നോക്കണം, തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇനിയും തരും എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു എന്നാണുള്ള കഥ. അപ്പോൾ ഈ കഥയുടെ അവസാനം ജീസസ് തിരിച്ച് ഈ ലോയറോട് ചോദിക്കുന്നു, വിച്ച് ഓഫ് ദീസ് 3 ഡു യു തിങ്ക് സീം ടു ബി എ നെയ്ബർ ടു ഹിം ഹു ഫെൽ അമംഗ് ദ റോബേഴ്സ്? അത് ഒരു സോക്രാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാളും ആൻസേഴ്സിനെ എലിസിറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു സോക്രാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് അദ്ദേഹം ചോദിക്കുന്നത്. ഹി സെഡ്, ഹി ഹു ഷോഡ് mercy on him. Then Jesus said to him, go and do likewise. നിങ്ങളും അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കഥകൾ പറയുന്ന, ഇങ്ങനത്തെ ടീച്ചിങ്സ് കൊടുത്ത ജീസസിനെ പിന്നെ ക്രൂസിഫൈ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഈ ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അതിനിടക്ക് ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ജീസസ്, അതായത് രൂപാന്തരപ്പെട്ട ജീസസിനെ പറ്റിയിട്ടുള്ള ഒരു കഥയുണ്ട്. അപ്പോൾ ഇത് നടന്നത് മൗണ്ട് ടാബോറിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. ഇത് ഗോസ്പൽസിൽ എഴുതിയ ഒരു ഇൻസിഡൻ്റാണ്. അവിടെ വെച്ച് നടന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീസസ് ഈ 3-4 അപ്പോസ്തലന്മാരെയും അനുയായികളെയും ശിഷ്യന്മാരെയും കൂട്ടിയിട്ട് മലമുകളിലേക്ക് പോവുകയും മലമുകളിൽ വെച്ചിട്ട് ഒരു ബ്രൈറ്റ് ക്ലൗഡ് വരികയും ആ ബ്രൈറ്റ് ക്ലൗഡിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിനെ ദൈവം സൺ എന്ന് വിളിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജീസസിൻ്റെ ഒരു ഭാഗത്ത് എലീജ എന്ന് പറയുന്ന ഒരു ജുഡായിസത്തിലെ പ്രോഫറ്റും മറ്റേ ഭാഗത്ത് മോസസ്, കണ്ടില്ലേ കയ്യിൽ സ്റ്റോൺ ടാബ്ലറ്റ്സ്, അത് വെച്ചിട്ടുള്ള മോസസ് എന്ന് പറയുന്ന മറ്റൊരു പ്രോഫറ്റും അദ്ദേഹത്തിൻ്റെ 2 ഭാഗത്തും നിന്നു എന്നാണ് പറയുന്നത്. ഗോസ്പലിൽ ക്ലിയർ ആയിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹി വാസ് ട്രാൻസ്ഫിഗേർഡ് ബിഫോർ ദം, അദ്ദേഹത്തിൻ്റെ രൂപാന്തരണം സംഭവിച്ചു. ആൻഡ് ഹിസ് ഫേസ് ഷോൺ ലൈക്ക് ദ സൺ, സൂര്യനെ പോലെ അദ്ദേഹത്തിൻ്റെ മുഖം തിളങ്ങി. ആൻഡ് ഹിസ് ക്ലോത്ത്സ് ബിക്കെയിം ഡാസ്ലിംഗ് വൈറ്റ്, അദ്ദേഹത്തിൻ്റെ ക്ലോത്ത്സ് വൈറ്റായി വെളുത്തതായി മാറി. ദിസ് ഇസ് മൈ സൺ ദ ബിലവഡ്, വിത്ത് ഹിം ഐ ആം വെൽ പ്ലീസ്ഡ്, ലിസൺ ടു ഹിം. അപ്പോൾ ഒരു സാധാരണ മനുഷ്യനായിരുന്ന ജീസസ് ദൈവപുത്രനാണെന്ന് പറയുന്ന ഒരു ഇൻസിഡൻ്റാണ് ഈ ഗോസ്പലിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന് ശേഷം, ഇങ്ങനെയൊക്കെ നടന്നതിന് ശേഷം ജീസസ് അടുത്തതായിട്ട് ജെറുസലേമിലേക്ക് പോവുകയാണ്. ഇത്രയും കാലം ഗലീലയിൽ വെച്ചിട്ട് ടീച്ചിങ് ചെയ്തിരുന്ന ജീസസ് അടുത്ത പടിയായിട്ട് ജെറുസലേമിലേക്ക് പോവാണ്. പക്ഷെ അത് ഒരു വാരം മാത്രമേ അദ്ദേഹത്തിന് ജെറുസലേമിൽ നിൽക്കാൻ കഴിയുന്നുള്ളൂ. ആ വാരത്തിൻ്റെ ഒരു സൺഡേ പോയിട്ട് അടുത്ത ഫ്രൈഡേ ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് കുരിശിലേറ്റുകയും അടുത്ത സൺഡേ ആകുമ്പോഴത്തേക്കും ആ ഒരു വീക്കിൻ്റെ അവസാനം ആകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ റിസറക്ഷൻ നടക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. അതിന് പാഷൻ വീക്ക്, നമ്മൾ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറില്ലേ ഒരു കഥ, ഈ മൂവിയൊക്കെ ഇല്ലേ. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പാഷൻ വീക്ക്, അവസാനത്തെ ആ 1 വീക്കിൻ്റെ ജീസസിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ 1 വീക്കിലെ കാര്യങ്ങളാണ് പാഷൻ വീക്കിലുള്ളത്, ഈ ഗോസ്പൽസിലൊക്കെ ഉള്ളത്. അപ്പോൾ കുരുത്തോല പെരുന്നാൾ പാം സൺഡേയുടെ ദിവസം ജീസസ് ഒരു കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ജെറുസലേമിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത് കാണാനായിട്ട് ജനവിഭാഗങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു. കാരണം ദരിദ്രർക്കുള്ള, മീക്കായിട്ടുള്ള ആളുകൾക്കുള്ള, സൗമ്യർക്കുള്ള, ഒന്നുമില്ലാത്തവർക്കുള്ള, യാചകർക്കുള്ള മിശിഹായാണ് ഇതാ വരുന്നത്. അപ്പോൾ ആ പാം സൺഡേ അദ്ദേഹം ജെറുസലേമിലേക്ക് വരികയും വലിയ വരവേൽപ്പ് കിട്ടുകയും ചെയ്യുന്നു. മൺഡേ തന്നെ അദ്ദേഹം വളരെ റെവല്യൂഷണറി ആയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അദ്ദേഹം ടെമ്പിൾ ഓഫ് ജെറുസലേമിലേക്ക് പോയിട്ട്, സെക്കൻഡ് ടെമ്പിൾ ഓഫ് ജെറുസലേം, ആദ്യത്തെ സോളമൻ്റെ ടെമ്പിൾ ബാബിലോണിയക്കാർ 586 BC വന്നിട്ട് അടിച്ച് നിരപ്പാക്കിയല്ലോ. അപ്പോൾ അതിനുശേഷം വീണ്ടും ഉണ്ടാക്കിയ 49 വർഷത്തെ പ്രവാസത്തിന് ശേഷം വീണ്ടും ഉണ്ടാക്കിയ സെക്കൻഡ് ടെമ്പിൾ ഓഫ് ജെറുസലേം ആ സമയത്ത് 27 AD അല്ലെങ്കിൽ 30 AD ആയിരുന്ന സമയത്ത് അവിടെ നിലനിന്നിരുന്നു. ആ ടെമ്പിൾ ഓഫ് ജെറുസലേമിലേക്ക് പോയിട്ട് അവിടെയുള്ള മണി ലെൻഡേഴ്സിനെ, പലിശക്ക് കടം കൊടുക്കുന്നവരെ അദ്ദേഹം അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു എന്താണ് ഒരു ചെറിയ വിപ്ലവകരമായ കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് അദ്ദേഹം വോസ് ഓഫ് ദ ഫെറിസീസ്, അദ്ദേഹം ഈ ഫെറിസീസ്, അതായത് പ്രീസ്റ്റിനോട് വളരെ അടുത്ത വർഗം താമസിക്കുന്ന ഈ ടെമ്പിൾ ഓഫ് ജെറുസലേമിലേക്ക് പോയിട്ട് അവരെ ഹിപ്പോക്രിറ്റുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹം 7 വോസ് ഓൺ ദ ടീച്ചേഴ്സ് ഓഫ് ദ ലോ ആൻഡ് ദ ഫെറിസീസ് എന്ന് പറയുന്നത്. ഇതെല്ലാം എൻട്രൻസ്ഡ് ആയിട്ടുള്ള വർഗങ്ങൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് അദ്ദേഹം ജെറുസലേമിൽ വന്ന് തൊട്ട് നടത്തുന്നത്. വോ ടു യു ടീച്ചേഴ്സ് ഓഫ് ദ ലോ ആൻഡ് ഫെറിസീസ്, യു ഹിപ്പോക്രിറ്റ്സ്, യു ഷട്ട് ദ ഡോർ ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ ഇൻ പീപ്പിൾസ് ഫേസസ്,
You yourself do not enter, not will you let those enter who are trying to. അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. നിങ്ങൾ സ്വർഗരാജ്യം വേണമെന്ന് കരുതുന്നവർക്ക് നിങ്ങൾ അവരുടെ മുഖത്തേക്ക് വാതിൽ കൊട്ടിയടക്കുന്നു, അവരെ കയറാൻ സമ്മതിക്കുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് കയറുന്നുമില്ല. വോ ടു യു ബ്ലൈൻഡ് ഗൈഡ്സ്, നിങ്ങൾ കണ്ണു കാണാത്ത വഴികാട്ടികളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. You say, if anyone swears by the temple, it means nothing, but anyone who swears by the gold of the temple is bound by that oath. You blind fools, which is greater, the gold or the temple that makes the gold sacred? ടെമ്പിളിന് കൊടുക്കുന്ന ഗോൾഡ് സീക്രട്ട് ആവുന്ന ടെമ്പിളിനെ കൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ സ്പിരിറ്റിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ woe to you teachers of the law and Pharisees, you hypocrites, you give a tenth of your spices, mint and cumin, but you have neglected the more important matters of the law, justice, mercy and faithfulness. നീതിക്കും ദയക്കും വിശ്വസ്തതയ്ക്കുമുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾ മറന്നുപോയിരിക്കുന്നു. നിങ്ങൾ 10th ഓഫ് ദ സ്പൈസ്, നിങ്ങൾ ടാക്സ് പിരിക്കാനാണ് ഇവിടെ ഇരിക്കുന്നത്, പക്ഷെ നിങ്ങളുടെ വേറെ ഈ റിലീജിയസ് കാര്യങ്ങളൊക്കെ, ആ സ്പിരിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയിരിക്കുന്നു. യു ഷുഡ് ഹാവ് പ്രാക്ടീസ് ദ ലാറ്റർ വിതൗട്ട് നെഗ്ലക്റ്റിംഗ് ദി ഫോർമർ. യു ബ്ലൈൻഡ് ഗൈഡ്സ്, നിങ്ങൾ കണ്ണു കാണാത്ത വഴികാട്ടികളാണ് എന്ന് അദ്ദേഹം പറയുന്നു. Woe to you, teachers of the law and the Pharisees, you hypocrites, you are like whitewashed tombs. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട് ഇത്രയും കാലം ഗലീലിയിൽ ടീച്ച് ചെയ്തിരുന്ന ജീസസ് ജെറുസലേമിൽ വന്നിട്ട് ഇങ്ങനത്തെ എൻട്രൻസ്ഡ് ആയിട്ടുള്ള ഈ വരേണ്യ വർഗത്തിന് കാണുമ്പോൾ ഉപയോഗിക്കുന്ന വേർഡ്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്സ്. യു സ്നേക്സ്, യു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഹൗ വിൽ യു എസ്കേപ്പ് ബീങ് കണ്ടം ടു ഹെൽ, നരകത്തിൽ ആളുകളല്ലേ നിങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. Therefore I am sending you prophet and sages and teachers, some of them you will kill and crucify. നിങ്ങളടുത്തേക്ക് അയക്കുന്ന പ്രവാചകന്മാരെ അടക്കം നിങ്ങൾ കൊല്ലുകയും കുരിശിലേറ്റുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ, ഇങ്ങനെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഗലീലിൽ നിന്നൊരു സാധാരണക്കാരൻ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ, ദൈവപുത്രനാണെന്ന് ഗോസ്പലിൽ പറഞ്ഞിട്ടുള്ള ആളുകൾ അദ്ദേഹമാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ യഹൂദ സമൂഹത്തിനേക്ക്, അദ്ദേഹം യഹൂദനാണ്, യഹൂദ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനൊരു യഹൂദൻ വന്നിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിനെ കൊല്ലാനുള്ള പ്ലോട്ടാണ് നെക്സ്റ്റ് ഈ ചീഫ് പ്രീസ്റ്റും പ്രധാന പുരോഹിതനും എല്ലാം നടത്തുന്നത്. ഈ സ്ക്രൈബ്സും പ്രധാന പുരോഹിതനും പിന്നെ എൽഡേഴ്സ് ഓഫ് ദ പീപ്പിൾ, അവിടെ ഉണ്ടായിരുന്ന മുതിർന്നവരും എല്ലാവരും കൂടിയിട്ട് ഈ കൈഫാസ് എന്നുള്ള ഹൈ പ്രീസ്റ്റിൻ്റെ പാലസിലേക്ക് പോയിട്ട് അവിടെ ഒത്തുകൂടിയിട്ട് എങ്ങനെ കൊല്ലണം എന്നുള്ള, യേശുവിനെ എങ്ങനെ കൊല്ലണം എന്നുള്ള കാര്യമാണ് അതുവരെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ബട്ട് ദേ സെഡ് നോട്ട് ഓൺ ദ ഫീസ്റ്റ് പാസ് ഓവർ ഫീസ്റ്റിൻ്റെ ദിവസം കൊല്ലാൻ പറ്റില്ല, കാരണം വലിയ ലഹള ഉണ്ടായേക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ സമയത്താണ് ജൂഡാസ് ഇസ്കാരിയറ്റ് എന്നുള്ള ആൾ ഈ ചീഫ് പ്രീസ്റ്റിൻ്റെ അടുത്തെത്തുകയും അദ്ദേഹം ജൂഡാസ് പറയുന്നത് ഞാൻ 30 വെള്ളിക്കാശിന് അദ്ദേഹത്തിനെ വിൽക്കുകയും ചെയ്യും. അതിനുശേഷം ജൂഡാസ് തക്കം പാർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവസാനത്തെ അത്താഴത്തിൻ്റെ ദിവസം, അതായത് ഇപ്പോഴേക്കും തേഴ്സ്ഡേ ആവും, മോണ്ടി തേഴ്സ്ഡേ എന്ന് പറയാറില്ലേ, കാരണം ആ തേഴ്സ്ഡേ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഡേ ആണ്. ആ ദിവസമാണ് യേശു അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ പാസ് ഓവർ ഫീസ്റ്റ് എന്നുള്ള അഗെയിൻ ഒരു യഹൂദ ഫീസ്റ്റാണ്. ഓക്കെ, പണ്ട് ഈജിപ്തിൽ നിന്ന് അടിമകളെ തിരിച്ചു കൊണ്ടുവരുന്ന ദിവസത്തെ അനുസ്മരിക്കുന്ന ആ പാസ് ഓവർ ഫീസ്റ്റ്, സെഡർ ഫീസ്റ്റ് ഉണ്ടല്ലോ, ആ സെഡർ ഫീസ്റ്റാണ് അദ്ദേഹം ചെയ്തതെന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹം യഹൂദനാണല്ലോ, അതുകൊണ്ട് സെഡർ ഫീസ്റ്റ് തന്നെയായിരിക്കും അദ്ദേഹം ചെയ്തിരിക്കുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ പിന്നത്തെ ചേർച്ച് ഒരു 400 AD ശേഷം 320 നടത്തിയ നൈസിയ കോൺഫറൻസിന് ശേഷം 320 AD നടത്തിയ കോൺസ്റ്റാന്റിൻ വണ്ണിൻ്റെ ഓർഗനൈസേഷനിൽ നടത്തിയ നൈസിയ കോൺഫറൻസിന് ശേഷം ഈ അവസാനത്തെ അത്താഴത്തിൻ്റെ ടൈം മാറ്റിയിട്ട് സൂര്യൻ്റെ കലണ്ടറിലേക്ക് മാറ്റുന്നുണ്ട്, അതായത് ജൂലിയൻ കലണ്ടറിലേക്ക് മാറ്റുന്നുണ്ട്. അതോടെ പാസോവർ കലണ്ടർ ചെയ്യുന്നത് ഹീബ്രു കലണ്ടർ എന്ന് വെച്ചാൽ ചാന്ദ്രമാസത്തിൻ്റെ കലണ്ടറാണ്. അപ്പോൾ ചാന്ദ്രമാസത്തിൽ കലണ്ടറിൽ വരുന്ന പാസോവറും അവസാനത്തെ അത്താഴവും പിന്നെ ഒരിക്കലും ഒരുമിക്കുന്നില്ല. അപ്പോൾ പോസിബിളി ഈ അവസാനത്തെ അത്താഴം ഒരു സെഡർ മീലായിരിക്കും, ഒരു ജൂയിഷ് പാസോവർ മീൽ തന്നെയായിരിക്കാനാണ് ചാൻസ്. അപ്പോൾ അദ്ദേഹമാണ് ആ സമയത്ത് ഹോളി കമ്മ്യൂണിയൻ, അദ്ദേഹം ഈ അപ്പം എടുത്തിട്ട് പറയുന്നുണ്ട് ഇതെൻ്റെ ബോഡി ആകുന്നു, വൈൻ എടുത്ത് പറയുന്നുണ്ട് ഇതെൻ്റെ രക്തമാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഹോളി കമ്മ്യൂണിയനായിട്ട് പിന്നെ
മാറുന്നുണ്ട്. ഇതൊക്കെ ചർച്ചിലെ ക്രമങ്ങളുടെ, ആരാധന ക്രമങ്ങളുടെ ഭാഗം, അതായത് സാക്രമെൻറ്റിൻ്റെ ഭാഗമാവുന്നുണ്ട് ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരാൾ എന്നെ തള്ളിപ്പറയുമെന്ന്. പീറ്റർ എന്നുള്ള ഒരു അനുയായിയാണ് തള്ളിപ്പറയും എന്ന് അദ്ദേഹം പറയുന്നു. അത്താഴം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മൗണ്ട് ഓഫ് ഒലീവ്സിന് താഴെയില്ല, ഗാർഡൻ ഓഫ് ഗെത്സെമാനയിൽ പോവുകയും അവിടെ നിന്ന് ദൈവത്തിനോട് വീപ്പുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കുകയും കാര്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ പ്രാർത്ഥന കഴിഞ്ഞ അപ്പം തന്നെയാണ് ജുഡാസ് വന്നിട്ട് റോമൻ പടയാളികൾക്ക് അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുക. റോമൻ പടയാളികൾ വരുമ്പോൾ അദ്ദേഹത്തെ ജുഡാസ് ഇസ്കാരിയോട്ട് ചുംബിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, കിസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. കിസ് ചെയ്യുന്ന കണ്ടോടെ റോമൻ പടയാളികൾക്ക് മനസ്സിലാവും ഇദ്ദേഹം തന്നെയാണ് ജീസസ് എന്ന്. അങ്ങനെ ആ സമയത്ത് അറസ്റ്റ് നടക്കുകയും റോമൻ പടയാളികൾ വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും, അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെ എവിടെയാണ് കൊണ്ടുവരിക? തീർച്ചയായിട്ടും ആ ഹൈ പ്രീസ്റ്റിൻ്റെ സ്ഥലത്താണ്, ആ കോർട്ടിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ സെൻഹാഡ്രിൻ എന്നുള്ള ഒരു ജൂയിഷ് കൗൺസിലുണ്ട്. ആ ജൂയിഷ് കൗൺസിലിന് മുമ്പിൽ മറ്റൊരു ജൂതനായ ജൂഡയിൽ നിന്നുള്ള ജീസസിനെ കൊണ്ടുവരികയും, ആ കൊണ്ടുവരുന്നതിനിടക്ക് ഈ പീറ്റർ എന്നുള്ള അനുയായി അദ്ദേഹത്തെ തള്ളിപ്പറയുന്നുണ്ട്. കണ്ടില്ലേ, ഈ റോമൻ പടയാളികൾ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഒരു മെയ്ഡ്, ഒരു സെർവൻറ്റ് ഈ പീറ്റർ കണ്ടിട്ട് പറയുകയാണ് നിങ്ങൾ ജീസസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ പീറ്റർ പറയുകയാണ്, ഇല്ല അദ്ദേഹത്തിനെ തള്ളിപ്പറയുന്നു, എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് ഈ അറസ്റ്റിന് ശേഷം. ആ തള്ളിപ്പറയുന്ന പീറ്ററിനെ ജീസസ് തിരിഞ്ഞു നോക്കുന്ന ഒരു പെയിൻറ്റിങ്ങാണ് ഇത്. പീറ്റേഴ്സ് ഡിനയൽ, ഇത് പല പെയിൻറ്റേഴ്സിനും വളരെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ അദ്ദേഹം റിപ്പൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തള്ളിപ്പറഞ്ഞ പീറ്ററിനെ ജീസസ് തിരിഞ്ഞു നോക്കുന്ന ഒരു കാഴ്ചയാണ്, ഒരു പെയിൻറ്റിങ്ങാണ് നമ്മളിതിൽ കാണുന്നത്. അങ്ങനെ സാൻഹെഡ്രിൻ്റെ ട്രയൽ തുടങ്ങുകയാണ്. സാൻഹെഡ്രിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീഫ് പ്രീസ്റ്റിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിനെ സഹായിക്കുന്ന ജൂയിഷ് കൗൺസിലാണത്. ജുഡായിൽ നിന്നുള്ള, നസറേത്തിൽ നിന്നുള്ള ജീസസ് ഒരു യഹൂദനാണല്ലോ, മറ്റൊരു യഹൂദനാണ്. അപ്പോൾ അവിടുത്തെ സാൻഹെഡ്രിൻ ട്രയൽ തുടങ്ങിയാണ്. അപ്പോൾ ഈ ട്രയലാണ് പോൺഷ്യസ് പൈലറ്റിൻ്റെ, റോമൻ സിറ്റിസൺ ആയിരുന്നില്ല, പ്രൊക്യൂറേറ്റർ ആയിരുന്നില്ല പോൺഷ്യസ് പൈലറ്റിൻ്റെ പീലാത്തോസിന് മുമ്പിലുള്ള ട്രയലിന് മുമ്പുള്ള ട്രയലാണ് ഇത്. ഇതിനകത്ത് പല ചാർജസും അവർ കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വയലേറ്റ് ചെയ്തു, സബത്ത് ലോ വയലേറ്റ് ചെയ്തു, സബത്തിൻ്റെ സമയത്ത് ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഇത് പറയുന്നത്. ഫ്രൈഡേ വൈകുന്നേരം തൊട്ടിട്ട് സാറ്റർഡേ വൈകുന്നേരം വരെ വരുന്ന 25 മണിക്കൂറിൻ്റെ ആ സമയത്ത് ഹോളിഡേ ആണ്. ആ സമയത്ത് നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ആ സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്തു, അവരെ ശരിയാക്കി എന്ന് പറയുന്നുണ്ട്. അതാണ് ഒരു ചാർജ്. പിന്നെ ജൂയിഷ് ടെമ്പിൾ, ഈ സെക്കൻഡ് ടെമ്പിൾ ഓഫ് ജെറുസലേം ഉണ്ടല്ലോ, അത് നിങ്ങൾ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നെ നിങ്ങൾ സോർസറി ചെയ്തു, മാജിക് മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ എക്സസൈസിങ് പീപ്പിൾ ബൈ ദ പവർ ഓഫ് ഡിമൻസ്, സാത്താൻ്റെ പവർ കൊണ്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് സാൻഹെഡ്രിൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ മെസ്സൈയാണെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം ആ സമയത്തുള്ള ചാർജസ് ആയിരുന്നു. പക്ഷെ ഇതിനൊന്നും ജീസസ് റെസ്പോൺസോ ഡിഫൻസോ ഒന്നും കൊടുക്കുന്നില്ല. അതിനുശേഷം രാവിലെ ആയപ്പോൾ പീലാത്തോസിൻ്റെ പോൺഷ്യസ് പൈലറ്റിന് മുമ്പിൽ ജീസസിനെ കൊണ്ടുവരികയും അദ്ദേഹത്തിനോട് വീണ്ടും പഴയ ചാർജസിനേക്കാളും പുതിയൊരു ചാർജ് അവർ ആഡ് ചെയ്യുന്നുണ്ട്. കിങ് ഓഫ് ദ ജൂസ് ആണോ നിങ്ങൾ എന്നാണ് പോൺഷ്യസ് പൈലറ്റ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്. നിങ്ങൾ യഹൂദികളുടെ രാജാവാണോ എന്നാണ് പോൺഷ്യസ് പൈലറ്റ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്. അതായിരുന്നു പ്രധാന ചാർജ്. അപ്പോൾ അതിന് യേശു പറയുന്നത്, യു ആർ സേയിങ് സോ, നിങ്ങൾ അങ്ങനെ പറയുന്നു എന്നാണ് യേശു അതിന് ആൻസർ പറയുന്നത്. അപ്പോൾ ഈ കിങ് ഓഫ് ദ ജൂസ് എന്നുള്ളത് ഡയറക്റ്റ്ലി ഒരു ട്രീസൺ മാതിരിയുള്ള, രാജദ്രോഹം മാതിരിയുള്ള ഒരു ചാർജാണ്. കാരണം റോമൻ എംപററുണ്ട്, റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയുണ്ട്. ആ ചക്രവർത്തിയോട് ഡയറക്റ്റ്ലി ഒപ്പോസ് ചെയ്യുന്ന ഒരു ചാർജാണ് ഇത്. രാജദ്രോഹമാണ് ഇവിടെ ഉള്ള ചാർജ്. ഇതേ ക്വസ്റ്റ്യൻ, കിങ് ഓഫ് ദ ജൂസ് ആണ് ജീസസ് എന്ന് പണ്ട് 3 രാജാക്കന്മാർ വന്ന സമയത്ത് അവരും പറയുന്നുണ്ട്. ഈ 3 രാജാക്കന്മാർ അങ്ങനെ പറയുന്നത് കേട്ട ഹെരോഡ് ദ ഗ്രേറ്റ് പറയുന്നുണ്ട്, ഞാനല്ലേ കിങ് ഓഫ് ദ ജൂസ്, ഞാനല്ലേ ജുഡായിലെ രാജ്യത്തിൻ്റെ കിങ്. അതുകൊണ്ട് ഏത് കിങ്ങിനും കേട്ടാൽ അരിശം വരുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചാർജാണ് കിങ് ഓഫ് ദ ജൂസ്. അപ്പോൾ കിങ് ഓഫ് ദ ജൂസ് ആണ് എന്നുള്ള ചാർജിലാണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ മുമ്പിൽ കൊണ്ടുവരുന്നത്. പക്ഷെ അപ്പോഴും അദ്ദേഹം ഒന്നും പറയുന്നില്ല. പിന്നെ വേർഡിക്റ്റ് വരുന്നത് ക്രൂസിഫിക്ഷനാണ്. ക്രൂസിഫിക്ഷൻ എന്നുള്ള ആ വേർഡിക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
സാധാരണ യഹൂദികൾ കല്ലെറിഞ്ഞ് കൊല്ലാറാണ്. ജുഡായിസത്തിൽ ആ സമയത്തുള്ള ആ ഏൻഷ്യൻ സൊസൈറ്റിയിൽ എന്തെങ്കിലും കുറ്റം ചെയ്തവരെയൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലാറാണ്. അതിന് പകരം ക്രൂസിഫൈ ചെയ്യുന്ന ഈ ശിക്ഷാവിധി റോമൻ സാമ്രാജ്യത്തിലെ റോമൻസിൻ്റെ ശിക്ഷാവിധിയായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ആ രീതിയിലും കാണാം. മോർ ദൻ ഈ ഗോസ്പൽസിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മെല്ലെ ഒരു ജൂതവിരോധം, അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവപുത്രനെ നിങ്ങൾ കൊന്നു എന്നുള്ള മട്ടുള്ള ഒരു നാരേറ്റീവാണ് ഈ ഗോസ്പൽസിലൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ എല്ലാം ഒരു ചെയ്തത് സാൻഹെഡ്രിൻ ട്രയലാണ് നടത്തിയത്. ആ സമയത്ത് അദ്ദേഹത്തിനെ അടിക്കുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിന് ചതിച്ചത് ജൂഡസ് ഇസ്കാരിയോട്ടാണ്. അത് എന്തുകൊണ്ടാണ് ജൂഡാസ് ചതിച്ചത്? കാരണം ചീഫ് പ്രീസ്റ്റ് പറഞ്ഞിട്ടാണ്. ചീഫ് പ്രീസ്റ്റിൻ്റെ കൂടെയുള്ള ഫെറിസീസും എല്ലാം പറഞ്ഞിട്ടാണ് ഈ ജൂഡാസ് യേശുവിനെ ചതിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു നാരേറ്റീവ് ഇങ്ങനെ പാരലായിട്ട് ഇത്രയും ഇത്രയും നല്ല നല്ല കഥകളൊക്കെ പറയുന്ന, മോറലായുള്ള കഥകൾ പറയുന്ന, വളരെ പവർഫുൾ ആയിട്ടുള്ള കഥകൾ പറയുന്ന, വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, മിറക്കിൾ ചെയ്യുന്ന ദൈവപുത്രനെ നിങ്ങൾ അടിക്കുകയും നിങ്ങൾ സാൻഹെഡ്രിൻ ട്രയലിൽ കൊണ്ടുവരികയും യഹൂദന്മാരാണ് കൊന്നത് എന്നുള്ള ഡെയ്റ്റിയെ ഹോമിസൈഡ് ചെയ്തത് നിങ്ങളാണെന്നുള്ള മട്ടിലാണല്ല. ഈ ഡെയ്സൈഡ് എന്നുള്ളത് പിന്നെ 1500 ആകുമ്പോഴും 1300 ആകുമ്പോഴൊക്കെ വളരെ ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് ഡെയ്സൈഡ്. അതായത് നിങ്ങളുടെ ഡെയ്റ്റിയെ കൊന്നു. ജൂസ് കിൽഡ് ദ ഡെയ്റ്റി, ജൂസ് കിൽഡ് ദ ദൈവപുത്രൻ എന്നുള്ള രീതിയിൽ, ജൂസ് കിൽഡ് ദി സൺ ഓഫ് ഗാഡ് എന്നുള്ള രീതിയിലാണ് ആ നാരേറ്റീവ് ഇങ്ങനെ പോകുന്നത്. പക്ഷേ അതിൻ്റെ അതിൽ ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂസിഫിക്ഷൻ റോമൻ ടൈപ്പ് ഓഫ് ശിക്ഷാവിധിയാണ്. അപ്പോൾ അത് മേ ബി നടന്നതൊക്കെ റോമൻ ചക്രവർത്തിയുടെ കീഴിലുള്ള പ്രൊക്യൂറേറ്റർ തന്നെ ചെയ്ത കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഈ ജൂസിന് ഇതിൽ വലിയ പങ്ക് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ചാൻസ് ചില ഹിസ്റ്റോറിയൻസ് കരുതുന്നുണ്ട്. അപ്പോൾ എന്തായാലും വേർഡിക്റ്റ് വന്നതിന് ശേഷം വേർഡിക്റ്റ് ക്രൂസിഫൈ ചെയ്യാന്നുള്ള വേർഡിക്റ്റാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് ചാട്ടവാറിനാൽ യേശുവിനെ അടിക്കുകയും അദ്ദേഹത്തിനെ നിങ്ങൾ വലിയ കിങ് ഓഫ് ജൂ ആണല്ലോ, അതുകൊണ്ട് പേർപ്പിൾ റോബ്, സാഫ്രൺ റോബ്, സ്കാർലറ്റ് റോബ് അണിയിക്കുകയും അദ്ദേഹത്തിൻ്റെ തലയിൽ മുൾക്കിരീടം, ക്രൗൺ ഓഫ് തോൺസ് വെക്കുകയും അദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് ഈ റോമൻ പടയാളികളെല്ലാം കൂടി. അതിനുശേഷം വീണ്ടും ഈ മുൾക്കിരീടം അണിഞ്ഞ, സ്കാർലറ്റ് റോബ് അണിഞ്ഞ ഈ യേശുവിനെ വീണ്ടും പോൺഷ്യസ് പൈലറ്റിന് മുമ്പിൽ കൊണ്ടുവരികയും, ഇത് മാത്യുവിൻ്റെ സുവിശേഷത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. പോൺഷ്യസ് പൈലറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും അദ്ദേഹം ഈ ജനക്കൂട്ടത്തിനോട് വീണ്ടും ചോദിക്കുന്നു, വാട്ട് ഷാൽ ഐ ഡു ദെൻ വിത്ത് ജീസസ് ഹു ഇസ് കോൾഡ് ക്രൈസ്റ്റ്, മെസ്സയ്യ എന്ന് വിളിക്കുന്ന ജീസസിനെ കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാം അട്ടഹസിക്കുന്നു, തിരിച്ച് റോർ ചെയ്യുന്നു. ദേ ലെറ്റ് ഹിം ബി ക്രൂസിഫൈഡ്. ആ സമയത്ത് ഒരു സ്ത്രീ പോകുന്ന കണ്ടില്ലേ? ആ സമയത്ത് പിലാത്തോസിൻ്റെ, പോൺഷ്യസ് പൈലറ്റിൻ്റെ വൈഫ് വന്നിട്ട് പറയുകയാണ്, ജീസസിനെ നിങ്ങൾ ക്രൂസിഫൈ ചെയ്യരുതെന്ന്. പക്ഷേ പീലാത്തോസ് അത് കേൾക്കുന്നില്ല. അദ്ദേഹം ജനക്കൂട്ടത്തിനോട് ചോദിക്കുന്നത് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ക്ഷുഭിതരായ, രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ജനക്കൂട്ടം തിരിച്ചു പറയുന്ന ഈ ജീസസിനെ ക്രൂസിഫൈ ചെയ്യുമെന്ന്. അത് കേൾക്കുന്ന പൈലറ്റ് കൈ കഴുകിയും പറയുന്നു, ഐ ആം ഇന്നസെൻറ്റ് ഓഫ് ദ ബ്ലഡ് ഓഫ് ദിസ് ജസ്റ്റ് പേഴ്സൺ, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ സീ യു ടു ഇറ്റ് ദെൻ ആൻസേർഡ് ഓൾ ദി പീപ്പിൾ ആൻഡ് സെഡ് ഹിസ് ബ്ലഡ് ബി ഓൺ അസ് ആൻഡ് ഓൺ അവർ ചിൽഡ്രൻ. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ശാപമാണ് അവർ സ്വന്തം ഏറ്റെടുക്കുന്നത്, ഈ ജനക്കൂട്ടം സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്നത്. പീലാത്തോസ് കൈ കഴുകുമ്പോൾ ജനക്കൂട്ടം പറയുന്നു, ഹിസ് ബ്ലഡ് ബി ഓൺ അസ്, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലെയാകട്ടെ, ആൻഡ് ഓൺ അവർ ചിൽഡ്രൻ, ഞങ്ങളുടെ കുട്ടികളുടെയും മേലെ അവൻ്റെ രക്തം വരട്ടെ, സാരമില്ല എന്നുള്ളത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ബ്ലഡ് കേഴ്സ് എന്നാണ് പറയുന്നത്. ബ്ലഡ് കേഴ്സ് ഇത് യേശുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ റൂട്ടിൽ വരുന്ന ഒരു കേഴ്സാണിത്. മാർക്കിൻ്റെ ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ 4 ഗോസ്പലിൽ വരുന്ന ഒരു ഗോസ്പലായ മാർക്കിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞ കാര്യമാണ് ഈ പീലാത്തോസ് കൈ കഴുകുന്ന ഈ കാര്യം. ആ സുവിശേഷത്തിൽ, ആ ഗോസ്പലിൽ മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. അതോടെ യഹൂദികളുടെ ജനക്കൂട്ടം, യഹൂദികളുടെ പോപ്പുലേഷൻ്റെയും യഹൂദികളുടെ വരാനിരിക്കുന്ന തലമുറകളുടെയും വരാനിരിക്കുന്ന കുട്ടികളുടെയും എല്ലാം മേലെ യേശുവിൻ്റെ രക്തം പതിക്കുകയാണ്. അതിനുശേഷം യേശുവിനെ കുരിശിലേറ്റുകയാണ്. ഫ്രൈഡേ, ഗുഡ് ഫ്രൈഡേ എന്ന് പറയാറില്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈസ്റ്ററിൻ്റെ ദിവസം സൺഡേ അദ്ദേഹം വീണ്ടും ഉയർത്ത് എഴുന്നേൽക്കുകയാണ്.
അപ്പോൾ ആ സമയത്ത് ജീസസ് കുരിശിൽ വെച്ചിട്ട് 7 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിതാവെ അവരോട് ക്ഷമിക്കുക, കാരണം അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. പിതാവെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നാണ് ജീസസ് പറയുന്നത്. ഫാദർ forgive them for they do not know what they are doing. Father, into your hands I commit my spirit. ഇങ്ങനെ ആണ് ജീസസ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പിക്ചർ നോക്കുകയാണെങ്കിൽ തന്നെ മേലെ നമ്മൾ ഈ ക്രിസ്ത്യൻ ചേർച്ചുകളിലൊക്കെ കാണാറുണ്ട് INR എന്ന്. INR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ ഓഫ് നസറേനസ്, അതായത് ജീസസ് ഓഫ് നസറേൻ. സ്ഥലപ്പേര് വെച്ച് ജീസസിൻ്റെ പേര് വിളിക്കുന്നു. കിങ് ഓഫ് ജൂസ്, റെക്സ് അല്ലുഡാറോറം, അത് ലാറ്റിൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ട്, കിങ് ഓഫ് ജൂസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് എല്ലാ ക്രോസിൻ്റെ മേലെയും നമ്മൾ കാണാറുണ്ട്. പോൺഷ്യസ് പൈലറ്റാണ്, കിങ് ഓഫ് ജൂസ് ആണെന്നുള്ള ചാർജാണല്ലോ, ലെറ്റ് ഇറ്റ് ബി ക്രൂസിഫൈഡ് ലൈക്ക് ദിസ് എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് പല പ്രമുഖരായ ജൂസ് തന്നെ കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ടൂമ്പിലേക്ക് കൊണ്ടുപോവുകയും അതിന് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സൺഡേ അദ്ദേഹം ഉയർത്തെഴുന്നേക്കുന്നത് കാണുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ടെയിലാണ് നമ്മളിങ്ങനെ കാണുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ ഏകദേശം 2.3 ബില്യൺ ആളുകളുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയ ക്രിസ്ത്യാനിറ്റി, മറ്റൊരു യഹൂദനായിരുന്ന ജീസസ് അദ്ദേഹത്തിൻ്റെ പ്രോഫറ്റ്സിനെയും മോസസ് എന്ന് പറയുന്ന പ്രോഫറ്റ്സിനെയും പറഞ്ഞിരുന്ന കാര്യങ്ങളെപ്പറ്റി ബിൽഡ് ചെയ്ത് സംസാരിച്ചിരുന്ന ജീസസ്, വളരെ പവർഫുള്ളായിട്ടുള്ള പാരബിൾസ് സംസാരിക്കുന്ന ജീസസിൻ്റെ ആ ക്രിസ്ത്യാനിറ്റി എന്നുള്ള മതം, അദ്ദേഹം ദൈവമാണ്, അദ്ദേഹം ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന മതത്തിൽ ഇപ്പോൾ 2.3 ബില്യൺ ആളുകളാണുള്ളത്. 230 കോടിയോളം പേര് ജീസസിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പവർ ഓഫ് ഐഡിയാസാണ്. ഈ പറഞ്ഞതൊക്കെ ബിബ്ലിക്കൽ ഹിസ്റ്ററിയാണ്. ബിബ്ലിക്കൽ ഹിസ്റ്ററിയും ശരിക്കുള്ള ഹിസ്റ്ററിയും നമ്മൾ ഒത്തുപോകാൻ ഉറപ്പില്ല. എന്നാലും ചില ഹിസ്റ്റോറിയൻസൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയൊരു തോതിലൊരു സ്പ്യൂരിയസ് ഹിസ്റ്ററിയാണ് ഇതെന്ന് പറയാറുണ്ട്. കാരണം ജീസസിനെ കുരിശിലേറ്റിയത് ഒരു റോമൻ ശിക്ഷാവിധിയാണ്. ആ സമയത്ത് ഈ ബ്ലഡ് കേഴ്സ് പറഞ്ഞതൊന്നും ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ല. പിന്നെ പോൺഷ്യസ് പൈലറ്റും കൈഫാസൊക്കെ 10 കൊല്ലത്തോളം ഒരുമിച്ച് വർക്ക് ചെയ്ത ആളാണ്. പിന്നെ പോൺഷ്യസ് പൈലറ്റിൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഒരു പോൺഷ്യസ് പൈലറ്റ് വളരെ ഈസി ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ആളായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഹിസ്റ്റോറിയൻസിനെ നമുക്ക് കാണാൻ. 390 AD ആകുമ്പോഴേക്കും റോമൻ റിലീജിയൻ്റെ സ്റ്റേറ്റ് റിലീജിയൻ ക്രിസ്ത്യാനിറ്റിയായി മാറുന്നുണ്ട്. 500 AD ആകുമ്പോഴേക്കും അതിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ മെല്ലെ ചേഞ്ച് ചെയ്ത് ജൂസിന് ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൻസ് ആയിട്ട് മാറുന്നുണ്ട്. ജൂസ് ആണെങ്കിലോ ഈ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നില്ല, ജീസസിൽ വിശ്വസിക്കുന്നേ ഇല്ല. അതുകൊണ്ട് ദൈവപുത്രനിൽ അവരുടെ മെയിൻ ഗോഡായ ദൈവപുത്രനായ ജീസസിൽ വിശ്വസിക്കാത്ത ജുഡായിസത്തിൽ ഉള്ളവരെ തീർച്ചയായിട്ടും ക്രിസ്ത്യൻ ഫെയ്ത്തുള്ളവർക്ക് ഇഷ്ടപ്പെട്ട് ഉണ്ടാവില്ല. പിന്നെ ക്രിസ്ത്യാനിറ്റിയിൽ ഈ ബാപ്റ്റിസം അല്ലാതെ സർക്കംസിഷൻ ഇല്ല. അതുകൊണ്ട് സർക്കംസിഷൻ ചെയ്യാത്ത കോഷർ എന്നുള്ള കോൺസെപ്റ്റും എന്ത് ഡയറ്റ് കഴിക്കണം എന്നുള്ള കോൺസെപ്റ്റും ക്രിസ്ത്യാനിറ്റിയിലില്ല. അപ്പോൾ കോഷർ ഫുഡ് കഴിക്കാത്ത, പോർക്ക് എല്ലാം കഴിക്കുന്ന ക്രിസ്ത്യൻസ്, റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ റിലീജിയനായ ക്രിസ്ത്യാനിറ്റി, പിന്നെ സബത്ത് അനുഷ്ഠിക്കുന്ന ഈ ജുഡായിസത്തിൽ വിശ്വസിക്കുന്നവർ, എബ്രഹാമിനും അതിന് മുകളിലുള്ള ദൈവത്തിൽ, സർവശക്തനായ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്ന, വേറെ ഒരു ദൈവത്തിനും വിശ്വസിക്കാത്ത ജുഡായിസത്തിലുള്ളവർ, പിന്നെ പോർക്ക് കഴിക്കാത്തവർ, സർക്കംസിഷൻ ചെയ്യുന്നവർ, സുന്നത്ത് ചെയ്യുന്ന ആളുകളാണ് ജൂസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോമൻസിൻ്റെ പബ്ലിക് ബാത്തിലൊന്നും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അവർ ചെയ്യാറില്ല. പിന്നെ അവരുടെ ഒളിമ്പിക്സ് തന്നെ ന്യൂഡിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഒളിമ്പിക്സിലും ഇവർ ജൂസ് ഭാഗമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഓൾറെഡി വളരെ ഫ്രിക്ഷൻ, റോമൻ സാമ്രാജ്യമായിട്ട് ഫ്രിക്ഷൻ ഉണ്ടായിരുന്ന ഈ യഹൂദികൾക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ബിൽഡപ്പിനെ കൊണ്ട് വളരെ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സീഡൊക്കെ ഈ നാരറ്റീവ്സിലോ അല്ലെങ്കിൽ ഇതിൻ്റെ പോസ്റ്റ് നാരറ്റീവ്സിലോ, ഈ നാരറ്റീവ്സിൻ്റെ മേലെ നാരറ്റീവ്സ് ഉണ്ടാവുന്നുണ്ട്. 390 AD ആകുമ്പോഴേക്കും സെയിൻറ്റ് ഓഗസ്റ്റിനൊക്കെ വന്ന് അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെയിൻറ്റ് പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ചർച്ചിലെ ക്രമങ്ങളൊക്കെ സെയിൻറ്റ് ഓഗസ്റ്റിനാണ് പറയുന്നത്. പിന്നെ 1500 AD ആകുമ്പോഴേക്കും മാർട്ടിൻ ലൂതറൊക്കെ വന്നിട്ട്
പ്രൊട്ടസ്റ്റൻ്റ് ക്രമങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജൂസ് ആൻഡ് ദർ ലൈസ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറും. ഈ അവരുടെ ദൈവപുത്രനെ കൊന്നത് ഈ സെൻഹാഡ്രൻ ട്രയൽ ചെയ്ത യഹൂദന്മാരാണ്, ഈ രക്തത്തിന് വേണ്ടി ആർത്തട്ടഹസിച്ച യഹൂദന്മാരാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ നെഗറ്റിവിറ്റിയും അവരുടെ മേലെ വന്നിരിക്കാൻ ചാൻസ് എല്ലാം ഉണ്ട്. എന്നാലും ആൻറ്റിസെമിറ്റിസത്തിൻ്റെ വേറെ റിലീജിയസ് അല്ലാത്ത വേറെ എക്കണോമിക്കും പൊളിറ്റിക്കൽ റീസൺസൊക്കെ നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും ജീസസ് അദ്ദേഹത്തിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഇപ്പോഴും ജനകോടികളെ സ്വാധീനിക്കുന്ന പ്രിൻസിപ്പിൾസാണ്. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് എന്തൊക്കെയാണ് ജെറുസലേമിലെയും ഇസ്രായേലിലെയും ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് എന്ന് നോക്കാം. ഇപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ ജീസസിനെ കുരിശിലേറ്റിയ സ്ഥലം മുതലുള്ള സ്ഥലങ്ങൾ ക്രിസ്ത്യാനിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ ജുഡായിസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസും നമുക്ക് കാണാം. ഇനി നമുക്ക് ഹിസ്റ്ററി ഓഫ് ജുഡായിസം ഫ്രം 500 AD ഓൺവേർഡ്സ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് AD മുതൽ 500 AD വരെയുള്ള ഹിസ്റ്ററിയാണ് കണ്ടത്. അതിനിടക്ക് ജീസസിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇപ്രാവശ്യം കാര്യമായിട്ട് ജീസസിൻ്റെ ലൈഫിനെയും ടീച്ചിങ്സിനെയും പറ്റി ഡിസ്കസ് ചെയ്തത്. അടുത്തായിട്ട് നമുക്ക് 500 AD മുതൽ ആ പവർ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി മാറി മറിഞ്ഞത് എങ്ങനെ, ആൻറ്റിസെമിറ്റിസത്തിലേക്ക് ലോകത്തിലെ വലിയൊരു ജനവിഭാഗം തന്നെ വലിയ സാമ്രാജ്യങ്ങൾ തന്നെ പോയതെങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാര്യമായിട്ട് നോക്കാം. അതിൻ്റെ പൊളിറ്റിക്കൽ ഇക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. താങ്ക് യു.